ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ആൻഡ് നൈറ്റ് ഡ്രൈവിൻ്റെ വീഡിയോ ആട്ടോ. കാരണം ഇപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു കോഫി ഷോപ്പിൽ പോണ വഴിക്ക് കോഫി കഴിക്കാനായിട്ട് കയറിയേക്കുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ ഇങ്ങനെ ഹസ്ബൻഡ് വരുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും പോയിട്ട് കുറേ വീഡിയോസ് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ അങ്ങോട്ട് ഹാങ് ആവും. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നോക്കുമ്പോൾ കുറേയൊക്കെ ഞാനിത് എന്തിനാണ് എടുത്തതെന്ന് വിചാരിച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് കളയും. ചിലതൊക്കെ കാണുമ്പോൾ എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനും തോന്നില്ല കേട്ടോ. ഇതിപ്പോൾ ആലുവ വഴി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ആലുവയിലെ മാർത്താണ്ഡവർമ്മ പാലാട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കളയാൻ തോന്നാതെ ഇരിക്കുന്ന കുറേ വീഡിയോസുകളാണ് ഇതൊക്കെ. അപ്പം നമ്മൾ ഓരോ യാത്രകൾ പോകുമ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നിയിട്ട് ഇതെന്തായാലും വീഡിയോ എടുക്കണം എന്ന് തോന്നി എടുക്കുന്ന വീഡിയോകളുണ്ടല്ലോ, അങ്ങനെ കിടന്ന വീഡിയോകളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് കളയാനും തോന്നണില്ല. അപ്പോൾ ഇതൊന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ ഫോൺ എനിക്ക് പുതിയ വീഡിയോ എടുക്കാനും പറ്റണില്ല. കുറേ ഇത് കളയാതെ പഴയത് കളഞ്ഞിട്ട് വേണമല്ലോ പുതിയത് എടുക്കണമെങ്കിൽ. അപ്പോൾ അതിനൊക്കെ നോക്കുമ്പോഴാണ് ഇങ്ങനെ ഈ വീഡിയോസൊക്കെ കണ്ടത്. അപ്പോൾ അതങ്ങനെ അപ്ലോഡ് ചെയ്യണതാണ്. അപ്പോൾ നമ്മൾ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കായലിനോട് ചേർന്നുള്ള റോഡുകളാട്ട് ഇതൊക്കെ. അപ്പോൾ ഈ റോഡ് നമ്മൾ കാറിലിരിക്കുമ്പോൾ നേരെ കായലിൽ നല്ല തണുത്ത കാറ്റും ഒക്കെ നമ്മൾ ചില്ലൊക്കെ താത്തിയിട്ടിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെ പോകുമ്പോഴേ നമ്മൾ ഈ ബസ്സിലൊക്കെയാണ് ഇരിക്കണമെങ്കിൽ നല്ല ഹൈറ്റിലാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വ്യൂ കിട്ടും കേട്ടോ. അപ്പോൾ നേരെ താഴെ കായലും നമ്മൾ ആ റോട്ടിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു വൈബായിട്ട് കിട്ടും. നമ്മൾ കാറിൽ പോകുമ്പോഴും ആ വൈബ് നമുക്ക് കിട്ടും. പക്ഷേ വീഡിയോയിൽ അതത്ര അങ്ങോട്ട് കിട്ടില്ല. വീഡിയോ കാണുമ്പോൾ അത്ര അങ്ങോട്ട് മനസ്സിലാവില്ല. പക്ഷേ ആ പോകുന്ന വഴികൾ അത്ര ഭംഗിയായിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഭംഗി കാണുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്തു വയ്ക്കണത്. അപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് പോരുകയാണ്. അപ്പോൾ ആ സമയത്ത് ബസ്സിലിരുന്നിട്ടാണ് ഇതൊക്കെ വീഡിയോ എടുത്തെങ്കിൽ കറക്റ്റായിട്ട് അത് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ അന്ന് ചെറായിക്ക് പോയ ആ വഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ അന്നെടുത്ത വീഡിയോയാണിത്. പിന്നെ കുറേ വീഡിയോസ് ഞാൻ ഇങ്ങനെ കളഞ്ഞിട്ടുണ്ട്. നമ്മൾ അന്ന് മറയൂർ പോയതിൻ്റെയൊക്കെ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറേ ബാലൻസ് ആയിട്ട് അങ്ങനെയും കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കുറേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇത് കളയാൻ എനിക്ക് തോന്നിയില്ല. നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ, കായലും റോഡും ചേർന്ന് നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാനത് കളയണ്ടെന്ന് വിചാരിച്ചു. ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഈ രാത്രിയും പകലൊക്കെ നമ്മുടെ നാട് ഒരുപോലെ ആയിട്ടുണ്ടല്ലോ. രാത്രി പകൽ പോകുമ്പോൾ തന്നെയാണ് രാത്രിയും നല്ല വെട്ടവും വെളിച്ചവും ആളുകൾ നല്ല ആക്റ്റീവ് ആവണത് ഇപ്പോൾ രാത്രിയാണെന്ന് തോന്നുന്നുണ്ട്. അത്രയ്ക്കും പ്രകാശമാണ്. അപ്പോൾ നമുക്ക് രാത്രി ഒന്നും ഡ്രൈവ് ചെയ്യാനൊന്നും പേടിക്കണ്ട. പണ്ടൊക്കെ ആണെങ്കിൽ 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും കടകളൊക്കെ അടച്ചിട്ട് ഒരു 9 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ ആരും പുറത്തു പോലും ഇറങ്ങൂലായിരുന്നു. അങ്ങനെയായിരുന്നല്ലോ പേടിച്ചിട്ട്. ഇപ്പം ആണെങ്കിൽ ഇപ്പം നേരെ ഓപ്പോസിറ്റാട്ടോ. കാരണം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ പകൽ മിക്ക കടകളും അടഞ്ഞു കിടക്കണതാണ്. ആ കടകളൊക്കെ ശരിക്കും ആക്റ്റീവ് ആവണത് രാത്രിയാട്ടോ. നല്ല ലൈറ്റും ഒക്കെ ഇട്ടിട്ട് അടിപൊളി ഒക്കെ ആയിട്ട് നല്ല ഇപ്പോൾ തന്നെ കുറേ ഞങ്ങളുടെ നാട്ടിൽ തന്നെ കുറേ ബൊട്ടിക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ രാത്രി നല്ല പ്രകാശപൂരിതമാണ്. നമുക്ക് പേടിക്കേ വേണ്ട. നമ്മുടെ നല്ല പകൽ വെളിച്ചം പോലെ ഇരിക്കും കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ അതങ്ങനെ ഓർക്കാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ രാത്രിയാണ്. അപ്പോൾ ഇപ്പോൾ രാത്രി കാഴ്ചകളും ഒരു പ്രത്യേക വൈബാണല്ലേ. രാത്രി വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകുമ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ നമുക്ക് പറ്റില്ല. നമ്മൾ പേടിച്ചിട്ട് രാത്രി ഒന്നും വണ്ടി ഓടിക്കാനൊന്നും പോകില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കളയാൻ തോന്നിയില്ലേ വീഡിയോസ്. അപ്പോൾ ഞാനന്ന് അതൊക്കെ അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് അപ്ലോഡ് ചെയ്തതാട്ടോ. അപ്പോൾ ഈ യാത്രകളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. ഇപ്പോൾ ഈ രാത്രി ഇങ്ങനെ ഒരുപാട് കുട്ടികളും ഇങ്ങനെ വീട്ടിലിരിക്കാതെ പുറത്തേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങൾക്കും ഗുണവും ദോഷവും ഒക്കെ ഉണ്ട്. പക്ഷേ എന്തായാലും ഈ യാത്രയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പിന്നെ നമ്മൾ സൂക്ഷിക്കുക അത്ര തന്നെ. അങ്ങനെ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട പാലത്തിക്കട തന്നെയാണ് ഇപ്പോൾ തിരിച്ചു വന്നതും. ആ പാലം നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ രാത്രിത്തേക്ക് വീട്ടിൽ വന്നിട്ട് ഇനി വീട്ടിൽ നിന്ന് പോയപ്പോൾ ഞാൻ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ടായി. അപ്പോൾ ഇനി ഡിന്നറിനെന്നാൽ പൊറോട്ടയൊക്കെ വാങ്ങിയിട്ട് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് പൊറോട്ടയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണെങ്കിൽ പാലട പായസം കണ്ടപ്പോൾ അതും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അതും വാങ്ങിയായിരുന്നു. അപ്പോൾ അങ്ങനെ തിരിച്ച് വീടൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കഴിക്കാനായിട്ട് ഞാൻ എടുക്കുകയാണ്. വേഗം തന്നെ ചായയൊക്കെ ഉണ്ടാക്കി. കുറേ വണ്ടിയൊക്കെ ഓടിച്ച് വരുമ്പോഴത്തേനും നല്ല തലവേദനയൊക്കെ ഉണ്ട്. പിന്നെ ഒരു കട്ടനൊക്കെ ഇട്ടു. ഈ പൊറോട്ടയും ഒക്കെ എടുത്തു. നല്ല ചൂടുള്ള പൊറോട്ട തന്നെയായിരുന്നു. പിന്നെ കറിയൊക്കെ ചൂടാക്കി ഞങ്ങളങ്ങനെ ഡിന്നർ കഴിക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.